നിങ്ങളറിഞ്ഞ പട്ടി മാത്രമല്ല, മ്യൂസിക്കും കേട്ട് AC-യുടെ കുളിരിൽ സസുഖം ജീവിച്ചിരുന്ന 7 VIP പശുക്കളും ക്ലിഫ് ഹൗസ് വിട്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിന്റെ തൊഴുത്തിൽ 7 പശുക്കളുണ്ടായിരുന്നു. ആ പശുക്കളെ പുത്തൂരിലെ KLD ബോർഡിന്റെ ഫാമിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ രാജകീയ ഭരണകാലത്തെ ഓർമ്മകളും പേറി അങ്ങനെ VIP പശുക്കൾ ഇനി സാധാരണ മാടുകൾക്കൊപ്പം. ഏതായാലും പുതിയതായി മാറിയ സ്ഥലത്ത് ധാരാളം മറ്റു പശുക്കളുണ്ടല്ലോ, അവയ്ക്കൊപ്പം ഒന്നും ഉടനെ അങ്ങ് വിടണ്ട എന്ന തീരുമാനം നന്നായി. ക്വാറന്റൈനിൽ തന്നെ കുറച്ച് നാൾ കഴിയട്ടെ, അതാ നല്ലത്. മരപ്പട്ടികളും മരവാഴകളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് വന്നതല്ലേ, എന്തെങ്കിലും വ്യാധികളുണ്ടോ എന്നറിയില്ലല്ലോ. കഴിഞ്ഞ ദിവസമാണ് ഈ VIP പശുക്കൾ ഇവിടെ വന്നത്. ഈ 7 പശുക്കളെയും ഇപ്പോൾ ക്വാറന്റൈനിലാണ്. 7 പശുക്കളെ ശ്രദ്ധിച്ചതിന്റെ പകുതി സമയം കൊണ്ട് 70 സഖാക്കളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ഗതികേട് വരില്ലായിരുന്നു. അത് പോട്ടെ, ഈ പശുക്കൾ ഇനി എങ്ങനെ പാട്ട് കേൾക്കുമെന്ന എൻ്റെ സങ്കടം. 7 വെറൈറ്റി പശുക്കളുടെയും കൂടെ പാലുകളുടെ മിക്സ് അല്ലേ രാവിലെ പള്ളിയുറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഏമം കൂച്ചോണ്ടിരുന്നത്. ഇനി അതിനെന്ത് പരിഹാരം കാണുമോ എന്തോ, അതും ഒരു സങ്കടമാണ്. 1ഉം 2ഉം അല്ല, 7 പശുക്കൾ. ഇനി പശുവിൻ പാലിലായിരുന്നോ കുളി എന്ന് കാറലും എത്തപ്പന് തന്നെ അറിയാം. ലക്ഷങ്ങൾ മുടക്കി പുതുക്കിയ പശുത്തൊഴുത്തിലെ ആധുനിക സൗകര്യങ്ങളും മ്യൂസിക് സിസ്റ്റവും എല്ലാം ആക്രി വിലയ്ക്ക് വിറ്റോ എന്തോ. ഇരുന്നാലും നശിച്ചാലും ആർക്കെന്ത് കുഴപ്പം അല്ലേ? കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി. തൊഴുത്ത് നവീകരിച്ച ലക്ഷങ്ങൾ ഇനി ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനാ? എന്തായാലും ക്യാപ്റ്റന് വളർത്തുമൃഗങ്ങളോടുള്ള വാത്സല്യവും സ്നേഹവും ഇപ്പം മനസ്സിലായി. കൂടെ കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയിരുന്നെങ്കിൽ പശുവിന് കാടിയും പിണ്ണാക്കും കൊടുക്കുന്ന ജോലിയെങ്കിലും മുന്നോട്ട് ചെയ്ത് ജീവിക്കാമായിരുന്നു. അങ്ങനെ വിരസവേളകൾ ആനന്ദകരമാക്കാമായിരുന്നു എന്നാ പറഞ്ഞു വന്നത്. നാട്ടുകാർ ഇറക്കിയേ രാജയോഗം മുടങ്ങിയേ എന്ന് വരികൾ മാറ്റി എഴുതി ഒരു പാട്ടും ഇടയ്ക്ക് പശുക്കൾക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു. അല്ല, ആ നീന്തൽക്കുളം പൊക്കിക്കൊണ്ടു പോകുന്നില്ലേ? കുളം ആക്കാൻ മിടുക്കനാണല്ലോ, മുന്നോട്ട് അതെങ്ങനെ നേരെ ചൊവ്വേ കൊണ്ടുപോകണം എന്നറിഞ്ഞൂടാ അല്ലേ? ആ വറ്റിയ കുളവും ഇനി പറയും ഒരു രാജഭരണം എന്നേക്കുമായി നിലം പതിച്ച കഥ. രാജകീയ വാഗ്ദാനം ചെയ്ത് എങ്കിലും ആ പശുക്കളെയും കുളത്തിനെയൊക്കെ ഒന്നിച്ച് വഞ്ചിച്ച് കളഞ്ഞല്ലോ. അപ്പം മനുഷ്യരുടെ പ്രാക്ക് മാത്രമല്ല സമ്പാദ്യമായിട്ടുള്ളത്, മൃഗങ്ങളും ഉൾപ്പെടും. ഏതായാലും ഇപ്പോൾ ഉള്ളത് വാടക വീട്ടില്ല. ആ ഹൗസ് ഓണറെ കാത്തോണേ മിത്തപ്പാ. മിത്തപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഏതെങ്കിലും മിത്ത് കൊടുങ്ങല്ലൂരിലെ കാവിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ ജയരാജൻ സഖാവ് ഒന്ന് അവിടെ വരെ പോയത്രേ. കൊടുങ്ങല്ലൂർ കാവിൽ ഇതേവരെ ഞാൻ സന്ദർശിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഭാഗമായി ഇന്ന് സന്ദർശനം നടത്തണമെന്ന് തോന്നി. ആരും തെറ്റിദ്ധരിക്കരുതേ, സന്ദർശനമാണ്, ദർശനം അല്ല. സഖാവേ തോന്നും സഖാവേ. ചില സമയങ്ങളിൽ ഉള്ളീന്നൊരു തോന്നൽ വരും, ക്ഷേത്രം വരെ ഒന്ന് പോകണമെന്നും അവിടെ ഇരിക്കുന്നത് മിത്താണോ എന്നൊന്ന് പരിശോധിക്കണമെന്നും ഒക്കെ തോന്നും. സാഹചര്യം അതല്ലേ. പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല എന്ന് ഈ ജനം TV പ്രക്ഷേപണം ചെയ്ത ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണല്ലോ. നിങ്ങളുടെ ഒരു ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ഒന്ന് ക്ഷേത്രത്തിൽ പോയാൽ, ക്ഷേത്ര മുറ്റത്ത് കാല് കുത്തിയാൽ അതിന് വിശദീകരണം കൊടുക്കണം. പക്ഷേ ക്ഷേത്രത്തെ സംബന്ധിക്കുന്നതും സനാതനധർമ്മത്തെ സംബന്ധിക്കുന്നതുമായ പുസ്തകങ്ങൾ എഴുതി വിൽക്കാം. ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കാൻ എന്ന പേരിൽ കോടികൾ ധൂർത്തടിക്കാം. അതിനൊന്നും ഒരു വിലക്കുമില്ല, വിശദീകരണവും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ആ സന്ദർശനത്തിന് വ്യക്തമായിട്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണയായി ക്ഷേത്രം സന്ദർശിക്കുന്നത് പലതരം വെറൈറ്റി ഉദ്ദേശങ്ങളോടെയാണല്ലോ. പ്രധാനമായിട്ടും അവിടുത്തെ ചൂട് മസാല ദോശ കഴിക്കുക, പിന്നെ അവിടുത്തെ ബീച്ചിലെ കാറ്റുകൊള്ളുക, അവിടുത്തെ നേഴ്സറിയിൽ നിന്നും ന്യായവിലയ്ക്ക് പൂച്ചെടികൾ വാങ്ങുക, പിന്നെ കുറച്ച് ആളുകളാണെങ്കിലും, ഒരു വിഭാഗം ആളുകളാണെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഇടമാണെങ്കിൽ അതിൽ നിന്ന് 5 സെൻറ്റ് വാങ്ങി വീട് വെക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് കേട്ടോ. സഖാവിൻ്റെ ഉദ്ദേശം ഇതിലേതായിരുന്നു? ഈ മാസം അവസാനം ചിന്ത പബ്ലിഷേഴ്സ് എൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോവുക. ശരി, മറ്റേ ജയരാജൻ സഖാവിൻ്റെ പോലെ തണുത്ത കട്ടൻ ചായയും കുതിർന്ന പരിപ്പോടയും പോലെയോ മറ്റോ ഉള്ള ഗംഭീര കൃതികൾ വല്ലതുമാണോ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? അതിൻ്റെ പേര് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്നതാണ്. പഷ്ട്. സനാതനികളെ പറ്റിയും അവരുടെ ഹിന്ദുത്വ വഴികളെ പറ്റിയും അണ്ണൻ നീണ്ട ഒരു ഗവേഷണം തന്നെ നടത്തി എന്ന് സാരം അല്ലേ? സനാതനികളുടെ ഹിന്ദുത്വ വഴികളിൽ വിപ്ലവമുണ്ടാക്കാൻ ആക്ടിവിസ്റ്റുകളെ അഴിച്ചുവിട്ട ഏമാന്മാർ തന്നെ ഇതൊക്കെ എഴുതണം. അതൊക്കെ തന്നെ നാട്ടുകാർ വാങ്ങി വായിക്കണം. കൊള്ളാം.
വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ അങ്ങേയറ്റത്ത് ചെന്നാൽ മാത്രം കാണാൻ കഴിയുന്ന പ്രതിഭാസം. അതൊരു അധ്യായത്തിന്റെ പേര് ആരാധനാലയങ്ങളിലെ വൈവിധ്യങ്ങൾ എന്നാണ്. ആരാധനാലയങ്ങളെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവര് അവിടുത്തെ വൈവിധ്യങ്ങളെ പറ്റി എങ്ങനെ പുസ്തകം എഴുതുവണ്ണ? അയ്യോ, ആരാധനാലയങ്ങളെ പറ്റി ഒന്നും നിങ്ങൾക്കറിയില്ല എന്ന് ഞങ്ങൾ പറയില്ല കേട്ടോ, ദൈവദോഷം കിട്ടും. ആരാധനാലയങ്ങളിലെ, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ നിറത്തിലുള്ള സകല വസ്തുക്കളെ പറ്റിയും ആധികാരികമായി മറ്റാരെക്കാളും നന്നായി നിങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾക്കറിയാം. ആ വൈവിധ്യങ്ങളായിരിക്കും സഖാവ് ഉദ്ദേശിച്ചത് അല്ലേ? വിട്ടുമുത്തി, അതുപോലെ തന്നെ വസൂരിമാല, ഇതൊക്കെ വടക്കേ മലബാറിലെ തെയ്യങ്ങളായിട്ട് അവതരിക്കുന്ന മൂർത്തികളാണ്. ഓ, കാറല് മിത്തപ്പ മിന്നിച്ചേക്കണേ മൂർത്തികൾ. ഇതൊരു അടിപൊളിയായിട്ടുണ്ട്. ബാക്കി അപ്പോൾ കോവിലിനകത്ത് ഒരു രഹസ്യ അറയുണ്ട്. അപ്പോൾ അറയൊന്ന് കാണണം. അത് പൂട്ടിയിട്ട അറയാണ്. അത്രേ ഉള്ളു കാര്യം. രഹസ്യ അറ കാണണം. ആ അറയ്ക്കുള്ളിൽ എന്താണെന്ന് അറിയണം. അറയ്ക്കുള്ളിൽ എന്താണ് എന്നറിഞ്ഞിട്ട് അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് കൂടി ആലോചിക്കണം. ഇത്രയുമൊക്കെ ആ സന്ദർശനത്തിന് പിന്നിലുണ്ടായിരുന്നുള്ളൂ അല്ലേ അണ്ണാ? അപ്പോൾ ദർശനമല്ല സന്ദർശനമാണ് നടത്തിയത്. ദർശനമല്ല സന്ദർശനം. ദൈവമേ, നിന്നെ നീ തന്നെ കാത്തോണേ.